ഇന്നലെ വൈകുന്നേരം ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അവനിരുത്തിക്കൊണ്ട് അവൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മയും ഒരുപാട് കുറ്റം പറഞ്ഞു അവനെക്കുറിച്ച്. ആ ക്ലാസ്സിൽ പോകുന്നില്ല, പള്ളി പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, കാറ്റീസിന് പോകുന്നില്ല, അവൻ കുളിക്കുന്നില്ല, പെട്ടെന്ന് വയലൻ്റ് ആവും, ബാഡ് വേർഡ്സ് ഉപയോഗിക്കും, ഒരു രക്ഷയില്ല. കഴിഞ്ഞൊരു മാസം ഇട്ട് ഇതാണ് പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തനിച്ചൊന്ന് സംസാരിക്കട്ടെ. വീട്ടുകാരെയൊക്കെ വേറെ മുറിയിലേക്ക് വിട്ട് ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ് സുഖമാണോ? ആ സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമില്ല. ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ? ക്ലാസ്സിൽ പോകുന്നില്ല. എന്താ പോകാത്തെ? ഇഷ്ടമല്ല. പള്ളിയിൽ എന്താ പോകാത്തെ? ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമില്ലാത്തതിന് കാരണം വല്ലതും ഉണ്ടോ? ഒരു കാരണവുമില്ല. നീ പള്ളി പോവോ? പോവാം. ക്ലാസ്സിൽ പോവോ? ക്ലാസ്സിൽ പോവാം. എല്ലാത്തിനും എസ് പറയുകയാണേ. അപ്പോൾ അവൻ്റെ എസ്സിലുണ്ട്, അവൻ പോവില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. പല വഴിക്ക് അവൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമം നടത്തുന്നുണ്ട്. അവൻ സമ്മതിക്കുന്നില്ല. അവനെ പ്രൊവോക്ക് ചെയ്ത് നോക്കി. വളരെ ശാന്തനായിട്ട് അവൻ മറുപടി പറയുന്നത്. മുഖത്ത് നോക്കുന്നില്ല, അവൻ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അവനൊന്നും എടുക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അരമണിക്കൂർ അവിടെ ഇരുന്നു, എല്ലാ വഴിയും മുട്ടി നോക്കി, പക്ഷേ എല്ലാ വാതിലും അടച്ചിട്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഇറങ്ങിപ്പോകുന്നു, ഹെൽപ്ലെസ്സായിട്ട്. ഇത് ഗോസ്പലിൽ നമ്മൾ ഹെൽപ്ലെസ്സായി ജീസസിനെ കാണുന്നുണ്ട്. ഈശോയുടെ മുന്നിൽ പുരോഹിതരും ജനപ്രമാണികളും വന്നിട്ട് അവന് കൊടുക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ അപ്പോൾ അവരെ ലിറ്ററലി പ്രൊവോക്ക് ചെയ്യാണ്, ഉപമകൾ വഴി പ്രൊവോക്ക് ചെയ്യണം. ഇന്നത്തെ ഉപമ ഒരു പ്രൊവോക്കിംഗ് ഉപമയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങളെക്കാളും മുമ്പ് ചുങ്കക്കാരും വേശ്യകളും സ്വർഗത്തിൽ കയറും. ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് മുന്തിരിത്തോട്ടിലെ ജോലിക്കാരുടെ ഉപമ പറയുന്നു, വിവാഹ വിരുന്നിൻ്റെ ഉപമ പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുന്നു നിങ്ങളെക്കാളും മുമ്പ്, നിങ്ങളൊക്കെ വിളിക്കപ്പെട്ടവരാണ്, ക്ഷണിക്കപ്പെട്ടവരാണ്, പക്ഷെ നിങ്ങളെക്കാളും മുമ്പ് ചുങ്കക്കാരൊക്കെ സ്വർഗത്തിൽ കയറും, പാപികൾ സ്വർഗത്തിൽ കയറും. ഈശോനെ പ്രൊവോക്ക് ചെയ്യുന്നത് അവർ വാതിൽ തുറക്കാൻ വേണ്ടിയാണ്, ഈശോക്ക് അകത്തേക്ക് കയറാൻ വേണ്ടിയാണ്. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് എന്താ? വി ആർ ഓക്കെ, ഞങ്ങൾക്കൊരു കുറവുമില്ല, ഞങ്ങൾ ആരും നന്നാക്കണ്ട. ദൈവം പോലും തോറ്റുപോകുന്ന സമയമുള്ളത്. ദൈവത്തിന് എൻട്രി കിട്ടുന്നില്ല. നമ്മൾ സഹായം ചോദിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക?